വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ എല്ലാവർക്കും ഫാത്തിമ സീമ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നത് എന്ന് വെച്ചാല് നമ്മളൊരു വീട്ടമ്മന്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്താ വെച്ചാല് എല്ലാവർക്കും കഴിവുകളുണ്ട്. ഓരോ വീട്ടമ്മക്കും ഓരോ വീട്ടിലുള്ള വീട്ടമ്മക്കും ഒരുപാട് കഴിവുകളുണ്ട്. അത് പുറത്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കടമ. അത് പല രീതിയിലായിരിക്കും. ഒരാൾക്ക് ടൈലറിംഗ് ആണെങ്കിൽ ടൈലറിങ്ങിലൂടെ ഉള്ള കഴിവാണെങ്കിൽ മറ്റൊരാൾക്ക് ബിസിനസ്സിലായിരിക്കും. വേറെ ഒരാൾക്കാണെങ്കിൽ കേക്കുകൾ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ചെയ്യാനായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ കഴിവുകൾ പുറത്ത് കൊണ്ടുവന്ന് നാച്ചുറൽ ആയിട്ട് കുറെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കിയ ഒരു വീട്ടമ്മനായിട്ട് നമ്മളിന്ന് പരിചയപ്പെടുന്ന വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ. കാരണം യാതൊരു കെമിക്കൽ ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ്, ലിപ്സ്റ്റിക് മുതൽ ബാമുകൾ വരെ. അതുകൊണ്ട് സ്കിന്നിന് വേണ്ട സോപ്പുകളും അതുകൊണ്ട് മറ്റു പല സംഭവങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നത്. ഇത് പിന്നെ സ്കിന്നിന് തേക്കുന്നത് സ്മെല്ല് ആകണേ. നമ്മൾ മോയ്സ്ചറൈസ് ആയിട്ട് തേക്കാം. എന്താ വെച്ചാൽ തേൻമെഴുകാവുകൊണ്ട് ഒരു കുഴപ്പമില്ലത്. ഒരു നമുക്ക് അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവൂല. പിന്നെ കോക്കനട്ട് ഓയിലില്ലേ, ലിപ്പ് ബാം, ചുണ്ടില് തേക്കണത്, ചുണ്ട് വിള്ളനീന് ഡ്രൈ സ്കിന്നിനൊക്കെ നല്ലതാണ്. തേൻമെഴുക്, തേങ്ങ വെന്തെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയില്, അതും പാടെ കൂട്ടിയിട്ടാണ്. പിന്നെ ഒരു ലേസം രക്തചന്ദനം. നല്ല വെളുത്ത ആൾക്കാർക്ക് കുറച്ചും കൂടി കൂട്ടുകയാണെങ്കിൽ ചുവപ്പ് കളറാവും. നമ്മൾ ഇതിൽ ബീട്രൂട്ടും ഒക്കെ കുറേ നോക്കി നോക്കി, കെമിക്കൽ ഇടാതെ ഒന്നും കളർ ഉണ്ടാവില്ല. അത് സാറുമാരനെ പറഞ്ഞിട്ടുണ്ട്. പറ്റൂല. ബീട്രൂട്ടിൻ്റെ പൊടിയും പച്ചയും കുറേ നോക്കി നോക്കിക്കണം, അത് ശരിയാവണില്ല. നമ്മൾ യൂട്യൂബിൽ വരുന്നതൊക്കെ കെമിക്കൽ ഇട്ടിട്ടാണ്. അത് അവർ തേൻമെഴുക് ഫുഡ് ക്രീം, ഇത് ഫുഡ് ക്രീം, കാല് വെള്ളണീന്, തേൻമെഴുകും തേങ്ങാട്ട എണ്ണയും പിന്നെ കാവിമണ്ണ് പറഞ്ഞ സാധനം പാടെ കൂട്ടിയിട്ടുണ്ടാക്കുന്നതാണിത്. നാച്ചുറലാണ്, ബെസ്റ്റ് സാധനം. ഇപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം തേച്ചിട്ട് ഇപ്പൊ ഒരു സ്ത്രീ അതെ മേഡം തന്നെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇത് വാങ്ങിയത്. പിന്നെ അത് മോയ്സ്ചറൈസ്, നമ്മൾ ഈ കാലിന്റെ അടിയിൽ ഷുഗർ രോഗികൾക്കൊക്കെ ഇത് വെമ്പാടയ സാധനം കൂടിയതാ, അത് കാവിമണ്ണ് കൂട്ടിയതാ. ഇത് വെമ്പാടയും തേൻമെഴുകും തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയും. നമ്മൾ ഈ കാലിന്റെ ഇവിടെ നമുക്കൊരു അല്ല, ഒരു വേനൽക്കാലത്തൊക്കെ ഒരു മുളിച്ചിലും ഷുഗർ, ഈ ഷുഗർ രോഗികൾക്ക് ഉണ്ടാകൂല ഒരു ഇത് പെറുപെറുതന്നെ, അവർക്കൊക്കെ ഇത് ബെസ്റ്റാണ്. ഡെയിലി രാത്രി കഴിക്കുമ്പോ പിന്നെ കിടക്കുമ്പോ തേച്ചിടാൻ നല്ല സാധനമാണ്. തേനില് ഒരു നിശ്ചിത അളവില് പിന്നെ 2-3 മാസം 4 മാസമൊക്കെ തേച്ചിട്ട് ഡെയിലി 2 നേരം ഇളക്കിയിട്ട് എഞ്ചിയും തേനും പാടെ ഇങ്ങോട്ട് യോജിച്ചിട്ട് ആക്കണത് നമ്മൾ ദഹനത്തിന്, നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ള ഒരു വിധമുള്ള കേടിനൊക്കെ നല്ലതാണ്. എന്നമാതിരി മഞ്ഞൾ തേന്, പച്ച മഞ്ഞൾ, കുർക്കുമയും നഷ്ടപ്പെടാത്ത മഞ്ഞൾ നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഫാനിന്റെ ചോട്ടിലിട്ടിട്ട് ഡ്രൈ ആക്കണം. എന്നാൽ ഉണക്കാനോട് പറ്റൂല. ഇങ്ങോട്ട് വെയിൽ കൊള്ളിക്കാതെ അതിന്റെ ജലാംശം കളഞ്ഞിട്ട് ഒരു 3 മാസം 4 മാസം 5 മാസം ഡെയിലി 3 നേരം ഇളക്കണത്, അല്ലെങ്കിൽ മേലെ പൂക്കും. ഇങ്ങോട്ട് പിന്നെ അതിൻ്റെ ആ കുർക്കുമി മുഴുവൻ ഈ പിന്നെ തേനിൽക്കൊണ്ട് ഇറങ്ങിയിട്ട് അത് അരിച്ചിട്ട് ഇത് ഉപയോഗിക്കുക. അത് വയറ് സംബന്ധമായിട്ടുള്ള അൾസർ, ക്യാൻസർ മുതൽ പിടിച്ചിട്ടുള്ള ഒരു വിധമുള്ള പുണ്ണ്, നമ്മളെ സ്കിന്നിന് എന്തെങ്കിലും അലർജി, ഇതിനൊക്കെ നല്ലതാണ്. ഡെയിലി ഓരോ സ്പൂൺ നമ്മൾ വെള്ളത്തിലോ തേങ്ങാപ്പാലിലോ ഒക്കെ കഴിച്ചാൽ. പിന്നെ നിശ്ചിത അളവിൽ തേനിലിട്ടിട്ട് ഇതേമാതിരി 2-3 മാസം വെച്ചിട്ട് വയറുവേദനക്ക്, ഗ്യാസ് ട്രബിളിന് നമ്മൾ ഡെയിലി ഇതൊരു 4 സ്പൂണ് ഡെയിലി രാവിലെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസിന്റെ ഗുളിക വേണ്ട, ആർക്കും കുടിക്കേണ്ട ആവശ്യമില്ല അതിന്. അല്ലേ, നമ്മള് പിന്നെ ഡെയിലി ഈ ഗുളിക ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്ക് ഡെയിലി ഗ്യാസ് അതൊരു വിളിച്ച കഴിച്ചാൽ മതി. പിന്നെ നമ്മൾ ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ല, അതിനൊക്കെ ഇതൊരു ലേസം കഴിച്ചാൽ മതി. നല്ല സാധനമാണ്. പിന്നെ അത് തേനിലിട്ട നെല്ലിക്ക നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതല്ല, 85% അയൺ കണ്ടന്റും കാൽസ്യം ഉണ്ട് ഇതില്. ഇത് ഡെയിലി ഓരോന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കാൽസ്യത്തിന്റെ അസുഖം, അയണിന്റെ ഈ ക്ഷീണം ഉണ്ടല്ലോ, അതിനൊക്കെ 1 നമ്പറാണ്. ഇത് തേൻമാങ്ങ. പിന്നെ ഇത് നമ്മള് മാങ്ങയുടെ ജ്യൂസ് അടിച്ചിട്ട് ഡ്രൈയിലിട്ട് ഉണക്കിയിട്ട് കഷ്ണം വെട്ടിയിട്ട് തേനിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കണതാ. ആ മാങ്ങയുടെ കണ്ടന്റ് നമ്മളിപ്പോ വേറെ ഫ്ലേവർ ഇതൊന്നും ഇതാകണില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഇത് മാംഗോ ഫ്രൂട്ടി,
അത് ഫുൾ അതിന്റെ ഫ്ലേവർ എല്ലാം വരുന്നത്. അത് വെറും വിഷല്ലേ. പിന്നെ തേങ്ങ, ഇത് പിന്നെ നെല്ലിക്കട അച്ചാർ, തിലങ്ങടെ നമ്പറും കാര്യങ്ങളൊക്കെ. ഉപയോഗിക്കാത്ത സ്ഥലത്താണ് ഈ സാധനം ഉണ്ടാക്കിക്കുന്നത്. തീരെ രാസവളം കളി. അവിടെ നമ്മളിത് ഉൽപ്പാദിപ്പിച്ചിട്ട് ജൈവ രൂപത്തിൽ കഴുകിയിട്ട് ഫുള്ള് വെള്ളം വറ്റിച്ചിട്ട് പുഴുങ്ങിയിട്ട് ഫുള്ള് 12 മണിക്കൂർ വെള്ളം വറ്റിക്കണം. വെള്ളം കളഞ്ഞാൽ അതിൻ്റെ കുർക്കുമി മുഴുവൻ പോകും. ആ വെള്ളം വറ്റിച്ച് 2 മാസം വെയിലിലിട്ട് ഉണക്കിയിട്ട് ഇങ്ങോട്ട് പൊടിച്ചതാണിത്. ഫുള്ള് കുർക്കുമിനിത്. അധികം മരുന്നും പീടിയിലേ ഇത് കിട്ടുള്ളൂ. നമ്മൾ സാധാ ആൾക്കാർ പെണ്ണുങ്ങൾ കുറച്ച് വെള്ളം ഊറ്റിയിട്ട് ആ വെള്ളം കളയും. അതിൻ്റെ കുർക്കുമിന് അതിൻ്റെ ഔഷധ ഗുണങ്ങൾ മുഴുവൻ പോകും. ഈ മഞ്ഞൾ ഡെയിലി നമ്മൾ പിന്നെ ഡെയിലി രാവിലെ തേങ്ങാപ്പാലിൽ ഒരു 4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 സ്പൂണ് തേനും 1 നുള്ളു കുരുമുളകും പൊടിയും കഴിച്ചാൽ ഡെയിലി കഴിച്ചാൽ ആ മനുഷ്യന് നല്ല ഹെൽത്തി ഫുഡ്. ഹോസ്പിറ്റലിൽ കാണുകയേ വേണ്ട. ഞങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സ്ഥിരം കഴിക്കാം. ഇനിയിപ്പോൾ 2 ദിവസം ഇത് മഞ്ഞളല്ല നമ്മളെ രക്തം ശുദ്ധിയാവുക. നമ്മൾ ഓവറായിട്ട് കഴിക്കണില്ലല്ലോ. നമ്മൾ ലിമിറ്റല്ലാണ്. 4 സ്പൂണ് 4 സ്പൂണ് അര ഗ്ലാസ് തേങ്ങാപ്പാല് 4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് തേനും 1 നുള്ളു 2 കുരുമുളകിന്റെ പൊടി. അത് കുരുമുളകിന്റെ പൊടി ആയിരിക്കണം വാങ്ങണതാ വരുന്നത്. ഇതൊക്കെ ഒറിജിനൽ സാധനമാണെങ്കിൽ ഈ ഫലം കിട്ടുള്ളൂ. ഇത് കൂവപ്പൊടി നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ പരമ്പരാഗത രീതിയിൽ മിക്സിയിൽ അരച്ചിട്ട് ഉരലിലിട്ട് കുത്തിയിട്ട് മിക്സിയിൽ അരച്ചിട്ട് നമ്മൾ ഊറ്റിയിട്ട് വെയിലത്തിട്ട് ഉണക്കണ പൊടിയാണ്. ഇത് ഒറിജിനൽ സാധനമാണ്. ഇത് വേനൽക്കാലത്ത് മൂത്രസംബന്ധമായിട്ടുള്ള അസുഖം, നമ്മൾ സ്കിന്നിന് നമ്മൾ ചൂടായിട്ട് ഉഷ്ണത്തിന് മേലിൽ കൂടെ ചൂട് പൊട്ട് അതിനൊക്കെ ഇതൊന്ന ബെസ്റ്റ് സാധനം. പിന്നെ ഇത് കോറ നമ്മൾ മുളപ്പിച്ച റാഗി നിങ്ങൾ കണ്ടോ ഇതില് മുള കാണുന്നില്ല. ഇതാ കണ്ടോ, ഇത് പൊടിച്ചിട്ടാണ് ഈ സാധനം വരുന്നത്. ഇത് നമ്മൾ ഈ ഷുഗർ രോഗികൾക്കൊക്കെ രാവിലത്തെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തിയാൽ നമ്മളൊരു നമ്മൾ മനസ്സും വെച്ചാൽ നമുക്ക് ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളിപ്പോൾ ഇതൊന്നും കൂടി ഇപ്പം ഇതിൻ്റെ പുട്ട് കഴിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. കസ്തൂരി മഞ്ഞളും മുൾട്ടിയും രക്തചന്ദനവും പാടെ കൂട്ടിയിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നിശ്ചിത അളവിൽ മിക്സ് ചെയ്തിട്ട് ഇത് തേനിൽ ചാലിച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ കഴുകിക്കളാം. പച്ചവെള്ളത്തിൽ കഴുകിക്കളാം. ഒന്നും തേക്കണ്ട. നമ്മൾ മുഖത്തുള്ള ചെറിയ പാട് കറുത്ത പാടുകൾ അതൊക്കെ പോകും. ഇത് ഒരു 2 പ്രാവശ്യം തേക്കുമ്പോഴൊക്കെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. പിന്നെ ഇത് നമ്മൾ ചുക്ക്, കുരുമുളക്, ഏലക്കായ്, പിന്നെ അയമോദകം, ചെറിയ ജീരകം എല്ലാം പാടെ കൂട്ടിയിട്ടാണ് 6-7 തിപ്പലി 6-7 സാധനങ്ങൾ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴുകി ഉണക്കി വറുത്ത് പൊടിക്കണത്. എന്നിട്ട് പിന്നെ കൽക്കണ്ടവും പാടെ കൂട്ടിയിട്ടാണ് കഫ സംബന്ധമായിട്ട് ജലദോഷം, ചുമ, കഫക്കെട്ട്, തുമ്പൽ അതിനൊക്കെ ഇത് ബെസ്റ്റ് സാധനം. ഇത് കുറച്ചെടുത്ത് കഴിച്ചാൽ മതി. കഫക്കെട്ടൊക്കെ നമ്മൾ വീട്ടിൽ ഇതൊന്നും നമുക്കൊന്നും ഇവരെ പ്രൊഡക്റ്റുകളാണ്. ഇവര് പഠിച്ചിട്ട് ചെയ്യുന്നതാണ് ഒക്കെ. ട്രെയിനിങ്ങിനൊക്കെ പോയി പഠിച്ച് ചെയ്തെടുത്ത സാധനങ്ങളാട്ടോ. പിന്നെ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്ത സാധനം ഗവൺമെന്റിന്റെ. മഞ്ഞൾ സോപ്പ്, പച്ച മഞ്ഞൾ അമ്മിയിൽ അരച്ചിട്ട് ഇത് ഒരു സോപ്പിൽ 10 ഗ്രാം മഞ്ഞൾ വരുന്നുണ്ട്. നല്ല ഒറിജിനലായി. ഇതിലൊരു കെമിക്കലും മണത്തിനും നിറത്തിനും ഒന്നും കൂട്ടിയിട്ടില്ല. കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം. സ്കിന്നിന്റെ ഒരു വിധമുള്ള പാടുകളും ഒക്കെ പോകുന്നുണ്ട് സ്ഥിരം ഉപയോഗിച്ചാൽ. പക്ഷെ തലമ്മ തേച്ചാൽ മുടി കൊഴിയും. അല്ലാത്തൊരു കുഴപ്പമില്ല. സ്കിന്നിനൊക്കെ കുട്ടികൾക്കൊക്കെ തേക്കാം. പിന്നെ ഇത് ഈ കുരുമുളകൊക്കെ നിങ്ങളെ വീട്ടിൽ തന്നെ? അതൊക്കെ വീട്ടിൽ തന്നെയാണ്. ഇതൊക്കെ ഹോം മെയ്ഡ് ആട്ടോ. ഇവരെ വിളിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ സാധനങ്ങൾ മുഴുവനും നിങ്ങൾക്ക് കിട്ടും കേട്ടോ, കൊറിയറായിട്ട്. ഇത് ബേബി സോപ്പ്, തേന്, തേങ്ങാപ്പാല്. ഇത് ബേബി സോപ്പാണ് കുട്ടികൾക്കുള്ള. ഇതിലൊന്നും ഒരു കളറിനും നിറത്തിനും ഒന്നും ഒരു കെമിക്കലും കൂട്ടിയിട്ടില്ല. ഒറിജിനലാണ്. പിന്നെ അത് ഹണി സോപ്പ്, തേന് മാത്രം. നമ്മൾ ഇതൊക്കെ എന്താ വില വരുന്നത് സോപ്പിന്? ഇതിന് നമ്മൾ 75 രൂപക്കാ കൊടുക്കുന്നത്. തേങ്ങാപ്പാലല്ലേ. ഇതൊക്കെ 50-55 രൂപക്കാ കൊടുക്കുന്നത്. ഇത് 50. ഇതൊക്കെ ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവര് കൊറിയർ ചെയ്തിരും കേട്ടോ. കൊറിയർ പോകുന്നുണ്ട്. ഇവരെ നമ്പറിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ട് നമ്പറിൽ വിളിച്ചാൽ മതി.
എന്ന് വിശ്വസിക്കുന്നു, ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിൽ വീഡിയോസ് തന്നെ നമ്മൾ അവരെ നമ്പർ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവർ കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. യാതൊരു കെമിക്കലും ഇല്ലാത്ത, അതുകൊണ്ട് മഞ്ഞപ്പൊടി ആണെങ്കിലും പിന്നെ എന്താ പറയുക രാസവളങ്ങളൊന്നും ചെയ്യാണ്ട് തന്നെ ഇവരെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരെ ഭർത്താവ് ഇവരെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഫുൾ സപ്പോർട്ടായിട്ട് ഇവരെ ഭർത്താവും മക്കളും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര വിജയിക്കാൻ പറ്റിയത് കേട്ടോ. അപ്പൊ അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ചില വീട്ടമ്മമാര് എന്ത് പ്രൊഡക്റ്റുകളാണെങ്കിലും എന്ത് ബിസിനസ്സുകളാണെങ്കിലും ചെയ്യുകയാണെങ്കിലും അവരെ കൂടെ നിൽക്കാൻ ആളുണ്ടാവില്ല. കഴിവുകൾ ഒരുപാടുണ്ടാവും. വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് കഴിവുകൾ ഒരുപാടുണ്ടാവും. ഏതൊരു സ്ത്രീക്കാണെങ്കിലും ഒരു 5 കഴിവുകൾ ഉണ്ടെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല കേട്ടോ. അപ്പൊ ഓരോ കൂടെ ഒരാൾ നിന്ന് താങ്ങി ഒന്ന് ഉയർത്തി കൊണ്ടുവരാനുള്ള എന്താ പറയാ സാമ്പത്തികമായിട്ടും അതുകൊണ്ട് തന്നെ മനസ്സിനെ പൊക്കിക്കൊണ്ടുവരാനുള്ള ഒരു എന്താ പറയാ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇങ്ങനെ ഓരോ സ്ത്രീ. അപ്പോൾ അങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ നോക്കുക. അപ്പൊ ഇവിടെ ഇവരെ ഭർത്താവും മക്കളും ഇവരെ കൂടെ നിന്നിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കൃഷിഭവനിലെ ഓഫീസർ ഇവരെ കൂടെ തന്നെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇവർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, നിങ്ങളെ ബന്ധപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് ഞങ്ങൾക്ക് അയച്ചെന്നാൽ നമ്മുടെ ചാനലിലൂടെ 4 ആളെ അടുത്തേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതും ചെയ്യാം. നമ്മളെ കൊണ്ട്